ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷാൻ ആൻഡ് സ്പൈസസ്. ഇന്നത് ഇങ്ങനൊരു ബിസ്ക്കറ്റ് ബോക്സ് വെച്ചിട്ട് അത് നമ്മൾ ചുമ്മാ വലിച്ചെറിയുന്ന ഒരു ബോക്സ് വെച്ചിട്ട് നന്നായിട്ടൊരു ഓർഗനൈസർ ചെയ്യാനാണ് പോണത്. സോ എൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. മിസ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഞാൻ ആ റാപ്പർ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പൺ ത്രോ ആയിട്ട് എടുക്കാൻ കണക്കിന് നന്നായിട്ട് എൻ്റെ സൈഡിലുള്ള സംഭവങ്ങളെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഈ ഓപ്പൺ ചെയ്തിങ്ങനെ ക്ലോസ് ചെയ്താൽ മാത്രം മതി. സോ അതിന് എഴുതിയിട്ട് സൈഡിലുള്ളതും ഈ പുറത്തോട്ടുള്ളതും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത ഭാഗങ്ങളൊന്നും വേസ്റ്റ് ചെയ്യണില്ല. അതും സൈഡിലോട്ട് വെച്ച് നന്നായിട്ട് ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ജൂട്ട് ഷീറ്റ് എടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് റാപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. റാപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഗമ്മാണോ നമ്മളെ കയ്യിലുള്ളത് അത് ഒട്ടിച്ചു കൊടുക്കാം. ജൂട്ട് ഷീറ്റിലായത് കാരണം അത് പെട്ടെന്ന് ഒട്ടി കിട്ടും. അത് കഴിഞ്ഞിട്ട് വെൽക്രോയുടെ മെയിൽ ഫീമെയിൽ രണ്ട് പോർഷൻ, അതായത് ഹൂക്കും അതിൻ്റെ ലൂപ്പും കൂടെ എടുത്തിട്ട് രണ്ടും കൂടെ ഓരോ പീസസ് വെച്ച്, എൻ്റെ അതിൽ ബാക്കിൽ ഗം ഉള്ളത് കാരണം ഞാൻ ഗം അപ്ലൈ ചെയ്യണില്ല, ഡയറക്റ്റായിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ജസ്റ്റ് ഇങ്ങനെ പീൽ ഓഫ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഗം ഇല്ലാത്ത വെൽക്രോ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് രണ്ട് സൈഡിൽ ഞാൻ ഓരോ കുഞ്ഞു പീസസ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ആ ഡെക്കറേഷൻ എഴുതിയിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഒരു ലേസ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഡെക്കറേഷൻസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഞാൻ ഇവിടെ പേൾ വെച്ചിട്ട് ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഇതിലൊരു ഫ്ലവർ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു യെല്ലോ കളറ്. അത് ഞാൻ ഒരു ഔട്ട് ഓഫ് വേസ്റ്റ് നിന്ന് ചെയ്തതാണ്. അതായത് നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ റാപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവം വരുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കണം. സോ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതെന്തിനാണ് ഉപകാരപ്പെടുത്തുന്നത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ഓർഗനൈസറായിട്ട്, ഇപ്പോൾ നമ്മൾ സീവിങ് മെഷീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിലുള്ള ബട്ടൺസ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഹൂക്ക്, അല്ലെങ്കിൽ ഷോ ബട്ടൺ ആയിരുന്നാലും അതൊക്കെ ഇങ്ങനെ ഒരു പറന്നിങ്ങനെ നടക്കാതെ എല്ലാം കൂടെ എടുത്ത് കുഞ്ഞു കുഞ്ഞു ബോക്സസിലാക്കി ഇതിലായിട്ടൊന്ന് നീറ്റായിട്ടൊന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇല്ല നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ഓർഗനൈസർ ബോക്സ് ആയിട്ടാണ്, ഒരു ജൂട്ട് മെറ്റീരിയലിൽ ചെയ്ത് ഒരു ഓർഗനൈസർ ബോക്സ് ആയിട്ടാണ് ഞാനിതിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണം. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. സോ വീണ്ടും നല്ലൊരു ക്രാഫ്റ്റ് വർക്ക് അല്ലെങ്കിൽ ഒരു ഫുഡ് റെസിപ്പി അല്ലെങ്കിൽ ഒരു വ്ളോഗായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.